വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ആർത്തിയിരമ്പി മഴ പെയ്യുമ്പോൾ ഉറപ്പായും ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ. മൺസൂൺ മുൻകരുതലുകൾ. വ്യത്യസ്ത മഴ ഭാവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മൺസൂൺ. ചിലപ്പോൾ നൂല് പോലെ ചാറിയും, ചിലപ്പോൾ ചിലങ്ക പോലെ ചിലമ്പിയും, മറ്റു ചിലപ്പോൾ രൗദ്രഭാവത്തിൽ ആർത്തിരമ്പിയും മൺസൂൺ കാലത്ത് മഴ പെയ്യാറുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കാത്തിരിക്കുന്ന സീസണാണ് മൺസൂൺ. പക്ഷേ മഴക്കാലം നിരവധി പകർച്ചവ്യാധികളുടെയും രോഗങ്ങളുടെയും കാലം കൂടിയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അപകടകാരികളായ കൊതുകൾ മുട്ടയിട്ട് പെരുകും. ഇവ പലതരം രോഗങ്ങൾ പരത്തും. വൈറൽ രോഗങ്ങളും മൺസൂൺ കാലത്ത് സാധാരണമാണ്. ആയതിനാൽ തന്നെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനായി മൺസൂൺ സമയത്ത് നിർബന്ധമായും ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. പ്രതിരോധ ശേഷി കുറയുന്ന സമയം. മൺസൂൺ സമയത്ത് പൊതുവെ ആളുകൾക്ക് പ്രതിരോധ ശേഷി കുറയാറുണ്ട്. ഇത് പലതരത്തിലുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പൊതുവെ ജലജന്യ രോഗങ്ങൾ ഈ സമയത്ത് ഏറ്റവും അധികം ഉണ്ടാകുക. ഈ സമയത്ത് വരുന്ന രോഗങ്ങൾ മിക്കതും പകർച്ചവ്യാധികളാലും ആകാം. പനി, ജലദോഷം, വയറുവേദന എന്നിവ മഴക്കാലത്ത് സർവ്വസാധാരണമാണ്. മൺസൂൺ സമയത്ത് ആരോഗ്യം നിലനിർത്താനുള്ള ചില വഴികൾ. വൃത്തിയുള്ള തിളപ്പിച്ചാർച്ച വെള്ളം കുടിക്കുക. മഴക്കാലത്ത് ജലാശയങ്ങളിൽ രോഗാണുക്കൾ കലരാൻ സാധ്യതയുണ്ട്. ഇത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകും. ഉദര രോഗങ്ങളും പനിയും ഈ സമയത്ത് വളരെ സാധാരണമായി കാണപ്പെടുന്ന അസുഖമാണ്. തിളപ്പിച്ചാർച്ച വെള്ളമോ ഫിൽറ്റർ ചെയ്തതോ മാത്രമേ കുടിക്കാവൂ. പുറത്തു പോകുമ്പോൾ കഴിവതും വീട്ടിൽ നിന്നുള്ള വെള്ളം എടുക്കുക. അഥവാ പുറത്തുനിന്ന് വെള്ളം കുടിക്കേണ്ടി വന്നാൽ സീൽ ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. വഴിയോര ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും കഴിവതും ഒഴിവാക്കുക. വഴിയോര ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും മിക്കവർക്കും പ്രിയപ്പെട്ടതാണ്. പഴങ്ങളും മറ്റും കഴിക്കാൻ എളുപ്പത്തിൽ മുറിച്ചു വെക്കാറുമുണ്ട്. എന്നാൽ ഇവ തുറന്നു വെച്ചിരിക്കുന്നത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക, പ്രത്യേകിച്ചും മഴക്കാലത്ത്. കാരണം ഇവയിൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന രോഗാണുക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വായുവിൽ കൂടുതൽ നേരം തുറന്നു വെച്ചിരിക്കുന്നവ കഴിച്ചാൽ രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകാൻ കൊതുകുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് മഴക്കാലം. അതുകൊണ്ട് വീടിന് ചുറ്റും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് അടിക്കടി ഉറപ്പാക്കുക. കുടിക്കാനുള്ള വെള്ളം അടച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുപ്പികളിലാണെങ്കിൽ പോലും വെള്ളം അടച്ചു വെച്ചിരിക്കണം. പഴങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകി ഉപയോഗിക്കുക. കടകളിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം ഉരച്ചു കഴുകി ഉപയോഗിക്കണം. കാരണം തൊലികളിൽ രോഗാണു സാന്നിധ്യം ഉണ്ടാകും. ഈ സമയത്ത് വേവിക്കാത്ത പച്ചക്കറികൾ കൊണ്ടുള്ള സലാഡുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിവതും വീട്ടിൽ നിന്നുള്ള വൃത്തിയുള്ള ഫ്രഷ് ആയ ഭക്ഷണം കഴിക്കുക. നന്നായി ഉറങ്ങുക. മഴക്കാലത്ത് നല്ലവണ്ണം ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രി വൈകി ഉറങ്ങുന്നത് പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാകും. ഇത് രോഗങ്ങൾ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും സഹായിക്കും. വ്യായാമം ചെയ്യുക. മഴക്കാലത്ത് പുറത്തിറങ്ങാനുള്ള മടി കൊണ്ട് തണുപ്പ് കൊണ്ടുമെല്ലാം പലരും വ്യായാമത്തിന് ഉഴപ്പ് കാണിക്കും. നടത്തം, യോഗ, സൈക്കിൾ ഓടിക്കൽ പോലുള്ള വ്യായാമങ്ങൾ തുടരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഈ സമയത്ത് ഉണ്ടാകും. വ്യായാമം ചെയ്യുന്ന ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ മാത്രമല്ലെന്ന് ഓർക്കുക. പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും വൈറസ്, ബാക്ടീരിയ എന്നിവയെ അകറ്റി നിർത്താനും പരോക്ഷമായി വ്യായാമം സഹായിക്കുന്നുണ്ട്. കൈകൾ വൃത്തിയായി കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി രോഗാണു വിമുക്തമാക്കുക. പുറത്തുപോയി വരുമ്പോഴും ഇങ്ങനെ ചെയ്യുക. മഴക്കാലത്ത് ശുചിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. മഴ നനയാതിരിക്കുക. മഴക്കാലത്ത് മഴ നനയാതിരിക്കുക അല്പം പാടുള്ള കാര്യമാണ്. എങ്കിലും കഴിവതും മഴ കൊള്ളാതിരിക്കാൻ നോക്കുക. എപ്പോഴും കുട കയ്യിൽ കരുതുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.